ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാനസ എല്ലാവരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. അതായത് അവിടുത്തെ സ്റ്റാഫിനെ എല്ലാവരെയും ഒന്ന് ഭരിക്കാനുള്ള ഇതിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. അതിനുശേഷം തന്നെ ക്രഷാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മാനസ നീ ഈ കാണിച്ചിരിക്കുന്നത് എന്ന രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ ക്രഷ്, കൺമണിയെ ഇവിടുന്ന് എന്തിനാ നീ ഒരു ആഡ് കൊടുത്തതെന്ന് ചോദിക്കുമ്പോഴത്തേനും, ഞാൻ ആഡ് കൊടുത്തതെന്ന് വെച്ചാൽ കൺമണി ഇവിടെ നിന്ന് ഒഴിവാക്കണം, കാരണം അവൾ ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞു. അവളുടെ വേക്കൻസിയിലേക്ക് പുതിയൊരാളെ നിയമിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചീഫ് ഡിസൈനറിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ആഡ് കൊടുത്തിരിക്കുന്നത്. നീ അത് എന്നോട് ചോദിക്കാതെയാണോ ചെയ്തിരിക്കുന്നത്? എന്താ ക്രിഷ് അങ്ങനെ പറയുന്നത്? ജി എമ്മിന് എല്ലാം ചെയ്യാനുള്ള അധികാരം തന്നിട്ടുണ്ട്. ഒരിക്കലുമില്ല, ഇതെല്ലാം തന്നെ ജി എമ്മും അതുപോലെ തന്നെ ഇവിടുത്തെ എം ഡിയും ചെയർമാനും എല്ലാവരും ഒരുമിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. പക്ഷെ നിൻ്റെ ഒറ്റ തീരുമാനത്തിൽ എല്ലാം നടക്കുമെന്ന് നീ വിചാരിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. കൺമണിയെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ മാനസയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, എന്താ ക്രിഷ്, കൺമണിയെ ഇവിടെ നിന്ന് ഒഴിവാക്കേണ്ട നീ പറയുന്നത് എന്താ? കൺമണിയോട് ഇത്ര കെയറിങ് ചോദിക്കുന്നുണ്ട്. ഉണ്ടടി, അതുണ്ട്, നിനക്കെന്താ ഇതിന് നഷ്ടം ചോദിക്കുന്നുണ്ട്. അതെന്താണെന്നാണ് ഞാൻ ചോദിച്ചതെന്ന് മാനസ വീണ്ടും ചോദിക്കുന്നുണ്ട്. അവൾ നല്ലൊരു വ്യക്തിയാണ്, മാത്രമല്ല അലികയുടെ അഭിമാനമാണ് അവൾ എന്ന രീതിയിലൊക്കെ കൺമണിയെക്കുറിച്ച് ക്രഷ് പറയുന്നുണ്ട് കേട്ടോ. അത് വിചാരിച്ചിട്ട് നീ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ മാനസ വീണ്ടും കൃഷ്ണനോട് തർക്കിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ജി എമ്മും എം ഡിയും തമ്മിലുള്ള പേഴ്സണൽ ഇഷ്യൂ ആയിട്ട് കാണണ്ട, മാത്രമല്ല ഒരു ഈഗോ പ്രശ്നമായിട്ട് കാണണ്ട. ഇത് മറ്റു രീതിയിൽ തന്നെ ഇത് അലികയുടെ നിയമമാണ്. ഒരു സ്റ്റാഫ് പോയാൽ മറ്റൊരു സ്റ്റാഫിനെ അവിടെ നിയമിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാവരുമായിട്ട് അറിയിച്ചിട്ട് വേണം ഇതിനൊരു തീരുമാനം എടുക്കാൻ. നിൻ്റെ സ്വയം ഇഷ്ടത്തിന് ഇവിടെ ഒരു തീരുമാനം എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് കൃഷി ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു സ്റ്റാഫ് വരുന്നത് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, കൺമണി എത്തിയിട്ടുണ്ട് സർ, സാറിനെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നു. അന്വേഷിച്ച് തന്നെ അങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ റെസിഗ്നേഷൻ ലെറ്ററുമായിട്ട് നിൽക്കുക കേട്ടോ കൺമണി. കാരണം എല്ലാം കൊണ്ടും തോറ്റു. ഇനി ഈ ലെറ്റർ എനിക്കും മാനാഭിമാനമുണ്ട്, അത് പണയം വെച്ചുകൊണ്ട് തന്നെ ഒരു കാര്യത്തിനും ഇനി കൺമണി നിൽക്കില്ല എന്ന് പറയുന്നുണ്ട്. നിൻ്റെ തോന്നിവാസം നടത്താനില്ല ഇവിടെ എന്നൊക്കെ പറഞ്ഞ് കൃഷി നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും എൻ്റെ ജീവിതത്തിലേക്ക് ഇനി നീ വരണ്ട എന്ന് കൺമണിയോട് കൃഷി പറയുന്നുണ്ട്. കൃഷി പറഞ്ഞതൊന്നും കൺമണി അനുസരിക്കുന്നില്ലല്ലോ. അപ്പോഴത്തേനും കൺമണിയും തിരിച്ചു പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും നീയും വരണ്ട കൃഷി എന്ന രീതിയിലും സംസാരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം അവസാനിപ്പിക്കുകയാണ്, ഇതോടുകൂടി ഞാൻ അവസാനിപ്പിച്ചിട്ടാണ് പോകുന്നതെന്ന് പറയുന്നു. അതെയോ, അങ്ങനെ തന്നെ ആണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ, ഞാനും എല്ലാം അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണെന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ട് മാനസ സന്തോഷത്തോടുകൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ വേണം. കൃഷ്ണൻ കൺമണിയും തെറ്റണം, അലികയിൽ നിന്ന് കൺമണി എത്രയും പെട്ടെന്ന് പുറത്തു പോകണം. ആ ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി നിൽക്കുകയാണ് മാനസയും. ചിരിച്ചുകൊണ്ടെല്ലാം നേരിട്ട് നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം നിന്നെ കൃഷ്ണൻ അതുപോലെ കൺമണി സംസാരിക്കുന്ന ഇടയിൽ തന്നെ അവരുടെ ആ താലിമായുടെ വിഷയം വരിക കേട്ടോ. ഒട്ടും തന്നെ പ്രതീക്ഷിക്കാണ്ടാണ് വരുന്നത്. എല്ലാം അവസാനിപ്പിച്ച് പോവല്ലേ, ഇതിന് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന രീതിയിൽ പറഞ്ഞിട്ട് കൺമണി ആ താലിമാല കൃഷിൻ്റെ മുന്നിലേക്ക് കാണിക്കുന്നു കേട്ടോ. ഇത് കാണുന്ന മാനസ ആകെ ഞെട്ടിത്തരിക്കുന്നുണ്ട്. കൺമണിയെ കൃഷി താലി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത് കേട്ടോ. ആകെ ഞെട്ടി സ്തംഭിച്ച് നിൽക്കുകയാണ്. അപ്പോഴത്തേനും ഇതിനൊരു ഉത്തരം തന്നിട്ട് എല്ലാം അവസാനിപ്പിച്ചില്ലേ, ഇതെനിക്കൊരു ബാധ്യതയാണ്, എത്രയും പെട്ടെന്ന് ഇതിനൊരു ഉത്തരം തന്ന് ഇത് വലിച്ചു പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പോകാം എന്ന് പറയുന്നു കേട്ടോ. നിനക്ക് ഈ താലിമാല ഒരു ബുദ്ധിമുട്ടാണല്ലേ, എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ ആ താലിമാല പിടിച്ച് പൊട്ടിക്കാനായിട്ട് നോക്കുന്നു. പക്ഷേ ഒരിക്കലും തന്നെ കൃഷ്ണന് ആ താലിമാല പൊട്ടിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം കൺമണിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോൾ കൺമണിക്കാണെങ്കിൽ കൃഷ്ണനെ മനസ്സിലാവാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വഴക്ക് അവിടെ നടക്കുന്നത് കേട്ടോ. അതിനുശേഷം തന്നെ ആ താലിമാല പൊട്ടിക്കാതെ ഒന്ന് പോയി തരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അത് ഇടുകയാണ് ചെയ്യുന്നത്. അതിന് റെസിഗ്നേഷൻ ലെറ്റർ എടുത്തിട്ട് പിച്ച് ചീന്തിയിട്ട് കൃഷി ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് മടങ്ങുന്നു. ഇതെല്ലാം മാനസ കണ്ടുകൊണ്ട് നിൽക്കുന്നു. മാനസയ്ക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാണ്ടാണ് നിൽക്കുന്നത്. വീണ്ടും കാണിക്കുന്നത് ബലരാമൻ്റെ വീട്ടിലാണ്. സുമിത്രയും ബാലും കൂടി സംസാരിക്കുന്നു. അതായത് അന്ന് സാഗർ സംസാരിച്ച ആ ഓഡിയോ ക്ലിപ്പ് എടുത്ത് വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ജയിലിൽ നിന്ന് ബലരാമൻ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം തന്നെ അടുത്ത യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബോംബ് തയ്യാറാക്കണം അവർ. സത്യം പറഞ്ഞാൽ വേറൊന്നുമല്ല, ആ ഓഡിയോ കാണിച്ചു കൊടുക്കുമ്പോഴത്തേനും സാഗറാണ് തന്നെ ഇങ്ങനെ ശിക്ഷിക്കാനുള്ള കാരണം എന്നുള്ള രീതിയിൽ ബലരാമന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അത് കാണിച്ചുകൊണ്ട് സാഗറിൻ്റെ കുടുംബത്തെ വീണ്ടും തകർക്കാം എന്ന ഒറ്റ ഉദ്ദേശത്തിൽ ഇരിക്കുകയാണ് ഈ ദുഷ്ടന്മാരായിട്ടുള്ള രണ്ടാൾക്കാർ, അതായത് സുമിത്രയും അതുപോലെ തന്നെ ബാലു. അതിനുശേഷം തന്നെ വീണ്ടും തന്നെ സംസാരിക്കുന്നുണ്ട്. ബാലു, ഇനിയെല്ലാം തന്നെ ബലരാമൻ തിരിച്ചു വരട്ടെ, ഇനി വേണം നമുക്ക് കളി തുടങ്ങാനായിട്ട്. അവൻ എങ്ങനെയെങ്കിലും നശിച്ചു പോകണം. കാരണം സാഗറിനെയും സാഗറിൻ്റെ കുടുംബത്തെയും നശിപ്പിച്ചതിന് ശേഷം അവനും സ്വയം ഇല്ലാണ്ടാവണം
ഉണ്ടാവണം, നമ്മുടെ ലക്ഷ്യം അതാണല്ലോ, അതല്ലേ നമ്മൾ വേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ലാലി വരുന്നുണ്ട്. ലാലി, എന്തിനാ നിന്നെ ഞങ്ങൾ വിളിപ്പിച്ചതെന്ന് അറിയോ നിനക്കെന്ന് ചോദിക്കുന്നു. എന്താ സുമിത്രമേ എന്നാണ് ലാലി ചിരിച്ച് ചോദിക്കുന്നത് കേട്ടോ. എന്തായാലും നീ സാഗറിൻ്റെ വീട്ടിൽ പോകണം, നിനക്കുള്ള ഒരു കടമയാണത്. ആ സാഗറിൻ്റെ വീട്ടിൽ പോയതിന് ശേഷം തന്നെ സാഗറിനോട് ബലരാമനാണ് തൻ്റെ മകനെന്ന് തുറന്ന് പറയണം. അപ്പോൾ ലാലിക്കൊരു വിഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ലാലി എന്താ ഇങ്ങനെ വിഷമിക്കുന്നത്? ലാലി ഞങ്ങളുടെ കൂടെ തന്നെയല്ലേ നിൽക്കുന്ന ഒരാളല്ലേ, നിന്നെ അതുകൊണ്ടല്ലേ ഞങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന നിന്നെ ഞങ്ങൾ കൂടെ നിർത്തിയിരിക്കുന്നത്. ഇനിയും ഞങ്ങൾ നിർത്തും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങളുടെ വീട്ടിൽ പോകാനായിട്ട് പാടില്ല, അത് നിനക്കും അറിയാലോ. നീ വിഷമിക്കൊന്നും വേണ്ട, നിനക്ക് സന്തോഷത്തിന് ഞങ്ങളൊരു സാധനം കയ്യിൽ കരുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലാലിക്കും സന്തോഷമാവുന്നുണ്ട്. പണ്ട് മുതലേ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പൈസ എടുത്ത് കൊടുക്കുകയാണല്ലോ ഇവർ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ ഞങ്ങൾ ജയിലിലേക്കും പോവുകയാണ്. കാരണം ബലരാമനോട് തുറന്ന് പറയാൻ പോവുകയാണ് ഞങ്ങൾ, ബലരാമൻ ഞങ്ങളുടെ മകനല്ല എന്നുള്ളത്. നീ ആ സമയം തന്നെ സാഗറിനോടും ചെന്ന് പറയണം ബലരാമൻ അവരുടെ മകനാണെന്നുള്ളത്. അങ്ങനെ രണ്ട് സ്ഥലത്തും ഒരേ സമയം കാര്യങ്ങൾ പറയണം, പിന്നെയാണ് ബോംബ് പൊട്ടാനായിട്ട് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാനായിട്ട് പോകുന്ന രീതിയിലൊക്കെ ഒരു സംസാരിക്കുന്നു. പിന്നീട് നമ്മുടെ കൃഷിൻ്റെ വീട്ടിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. കൃഷിൻ്റെ അച്ഛനമ്മയും അതായത് സുജും അതുപോലെ തന്നെ സാഗറും കൂടി കൃപയെ ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാനുള്ള ബാഗൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃപയാണെങ്കിൽ സന്തോഷത്തിലാണ്, തനിക്ക് ആ പഴയ രീതിയിൽ തന്നെ തിരിച്ചു വരാനായിട്ട് സാധിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് പറയുന്നുണ്ട്. അപ്പോൾ മോളെ, ഇപ്പം ഞങ്ങൾ നിൻ്റെ എല്ലാ ഡ്രസ്സുകളും ഇഷ്ടപ്പെട്ട എല്ലാ ഡ്രസ്സുകളും ബാഗിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ നീ ആയിരിക്കണം തിരിച്ച് പാക്ക് ചെയ്യേണ്ടതും എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടതും എന്നൊക്കെ, നിൻ്റെ ബാഗ് നീ തന്നെ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനും ആൻറ്റിയമ്മ വരുന്നു കേട്ടോ. തീർച്ചയായും അവൾ എന്തായാലും അവളുടെ ബാഗ് എടുക്കും, നിങ്ങൾ പറയുന്ന പോലെയല്ല, അവൾക്കെല്ലാം ശരിയാവും എന്ന് പറയുന്നു. അപ്പോഴത്തേനും അവിടേക്ക് മാനസ വരുന്നുണ്ട് കേട്ടോ. ആൻറ്റിയമ്മേ, എനിക്കിതിലൊരു കാര്യം തിരിച്ചറിയണം, ഇന്നത്തോടു കൂടി സത്യം എനിക്ക് അറിയണം, എനിക്കിനി വയ്യ. അപ്പോഴത്തേനും ആൻറ്റിയമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൾ കുളമാക്കുമോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്ന രീതിയിലൊക്കെ. അപ്പോൾ സാഗറും സുജുകൂടി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ചോദിക്കുകയാണ്. അത് ആൻറ്റി അങ്കിൾ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. എന്താ ഈ കൊച്ചു കുട്ടികളെ പോലെ തന്നെ LKG പഠിക്കുന്ന കുട്ടികളെ പോലെ തന്നെ മാനസികം കൃഷിയും എപ്പോൾ വേണമെങ്കിലും വഴക്ക്. ഇവർ ഓഫീസിലൊരു വഴക്ക് കൂടിയിട്ട് വരികയാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു GM MD തമ്മിലുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ വീട്ടിൽ വന്ന് പറയാൻ പറ്റുമോ, അതൊക്കെ നാണക്കേടല്ലേ, ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് മാനസയെ തന്ത്രപൂർവ്വം തന്നെ ആൻറ്റിയമ്മ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. കാരണം ഇതെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ രീതിയിലേക്ക് തന്നെയാണ് പോവുക. അതിനുശേഷം തന്നെ ആൻറ്റിയമ്മ അവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയട്ടെ എന്ന് പറയുന്നു. ഒന്നുമില്ല അനിയൻകുട്ട, ഇവ വെറുതെ പറയണം ഓരോ കാര്യങ്ങൾ, ഇത് ഞാൻ നോക്കിക്കോളാം, നിങ്ങളൊരു കാര്യം ചെയ്യുക, ആ ബാഗൊക്കെ പാക്ക് ചെയ്യാൻ നോക്ക് ജർമ്മനിയിലേക്ക് പോകാനായിട്ടെന്ന് പറയുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ കൊണ്ടുപോകുമ്പോഴത്തേനും സുജുവും സാഗറും കൂടി പറയുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട് കൃഷും മാനസിയും തമ്മിൽ, അതുകൊണ്ടാണ് അവൾ ഇത്രയും ദേഷ്യപ്പെട്ട് വരുന്നത് ഓഫീസിൽ നിന്ന് എന്ന് പറയുന്നുണ്ട്. അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും, അതൊക്കെ നീ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം തന്നെ, നമ്മുടെ മോൻ്റെ സ്വഭാവം നമുക്കറിയുന്നല്ലേ, അതൊക്കെ ആയിരിക്കും, അതൊക്കെ അറിഞ്ഞിട്ടായിരിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ കൃപയ്ക്കാണെങ്കിലോ എന്തൊക്കെയോ മനസ്സിലായതുപോലെ കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും തന്നെ ആൻറ്റിയമ്മയും അതുപോലെ തന്നെ മാനസിയും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റിയമ്മ എന്താണെന്നറിയോ കാര്യം, കാരണം കൃഷ് താലി കെട്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. നീ എന്തൊക്കെയാണ് പറയുന്നത്? അതെ ആൻറ്റിയമ്മേ, കൃഷ് താലി കെട്ടിയിരിക്കുന്നു. കാരണം കൃഷ്ണന് ഒരുപാട് പെൺകുട്ടികളായിട്ടുള്ള അടുപ്പങ്ങളും കാര്യങ്ങളും എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷേ ഇത് ഞാൻ സഹിക്കില്ല, ഇത് താലി കെട്ടിയിരിക്കുന്നു, നീ ചുമ്മാ പറയണ്ട. തീർച്ചയായും അത് ആരെയെന്ന് അറിഞ്ഞാൽ ആൻറ്റിയമ്മ ഒക്കെ പറയട്ടോ ചെയ്യുന്നത്, അങ്ങനെ കൺമണിയാണെന്ന് അറിയുന്നതിന് നീ അനാവശ്യമൊന്നും പറയണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഓഫീസിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ച് തന്നെ ആൻറ്റിയമ്മയോട് മാനസ തുറന്നടിച്ച് പറയുകയാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും ആൻറ്റിയമ്മയ്ക്ക് തന്ത്രപൂർവ്വമായിട്ട് വീണ്ടും ഒരു ഐഡിയ തോന്നുകയാണ്. ഇവളെ ഇങ്ങനെ സമാധാനിപ്പിക്കാതെ വിട്ട ആകെ പ്രശ്നമാവുമല്ലോ, ഇവളെ സമാധാനിപ്പിച്ച് തന്നെ വിടണം എന്ന് പറയുന്നുണ്ട്. നീ എന്താ ഇങ്ങനെയൊക്കെ, ചിലപ്പോൾ കൃഷിൻ്റെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോൾ കെട്ടിക്കാണും എന്ന് കരുതി ആ താലിക്ക് വലിയ മഹത്വം കൊടുക്കാത്തത് കൊണ്ടല്ലേ അവരത് രഹസ്യമായി പിടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവന് വിളിച്ച് പറയാലോ എൻ്റെ ഭാര്യയാണെന്നത് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ അതൊക്കെ നീ മറന്നേക്ക്. കൃഷി താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് മാനസേ തന്നെയായിരിക്കും, അത് ഞാൻ ഉറപ്പ് തരുന്നു. മാത്രമല്ല നമ്മുടെ ലക്ഷ്യം അതല്ലല്ലോ, എങ്ങനെയെങ്കിലും കൃഷ്ണൻ കൺമണി തെറ്റിപ്പിരിയണമെന്നല്ലേ, അതിലേക്കല്ലേ കാര്യങ്ങൾ നിൽക്കാനായിട്ട് പോകുന്നത്. നീ നോക്ക്, ഇന്ന് ജർമ്മനിയിലേക്ക് പോവുകയാണ് കൃഷ്, അതുപോലെ തന്നെ നമ്മുടെ സുജാതയും അതുപോലെ തന്നെ സാഗറും. അതുകൊണ്ട് തന്നെ ഇനി നമ്മളല്ലേ ഉണ്ടാവുള്ളൂ, കൃഷിനെ നമ്മുടെ വരുതിയിൽ നിർത്താനേ, നീ ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് പറ്റണതൊക്കെ ചെയ്യാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു പെൺകുട്ടിക്ക് സഹിക്കില്ല അവളുടെ ഭർത്താവ് ആവാൻ പോകുന്ന ഒരാൾ മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, കൃഷ്ണൻ്റെ ചില സ്വഭാവങ്ങൾ നിനക്ക് അറിയാവുന്നതല്ലേ, അതൊക്കെ വിട്ടേക്ക്, എന്തായാലും കൃഷി നിനക്കുള്ളതാണ് എന്ന് പറയുമ്പോഴത്തേനും മനസ്സ് പറയുന്നത്, ഇല്ല ആൻറ്റിയമ്മേ,
ഒരിക്കലുമില്ല. കാരണം ക്രഷ് അത് കൺമണിക്കുള്ളതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറയുന്നു. അതൊക്കെ വെറുതെയാടാ, ഒരിക്കലുമല്ല. നിനക്കുള്ളത് തന്നെ ക്രഷ്, അത് ഞാൻ ഉറപ്പ് തരുന്നു. എന്തായാലും നമുക്ക് പ്ലാൻ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം. നീ ഒരു നല്ല രീതിക്ക് അത് അറിയാത്ത മട്ടത്തിൽ നിൽക്കണം. കാരണം ഇത് പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാണെന്ന രീതിയിലൊക്കെ ആൻറ്റിയമ്മ മനസ്സെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മനസ്സെല്ലാം കേട്ട് നിൽക്കുന്നുണ്ട്. കാരണം ആദ്യം മുതലേ ആൻറ്റിയമ്മ പറയുന്ന കാര്യമാണല്ലോ മനസ്സ് കേൾക്കുന്നുള്ളൂ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കിട്ടില്ല എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. നാളെ നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട് വീണ്ടും കാണാം.